മുന്നോട്ട് പോകുമ്പോൾ മലയാളികളുടെ ജീവിതശൈലിയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആഹാര രീതികളിലും വസ്ത്രധാരണത്തിലും ഈ മാറ്റം വളരെ വ്യക്തമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ കേരള പഠനം 2.0 നൽകുന്ന കണക്കുകൾ ഈ പരിവർത്തനത്തിൻ്റെ വ്യക്തമായ ചിത്രം വരച്ചു കാട്ടുന്നു. 2004 മുതൽ 2019 വരെയുള്ള മലയാളി ജീവിതത്തിൻ്റെ മാറ്റങ്ങളാണ് പഠനത്തിലുള്ളത്. കേരളീയരുടെ ദിനചര്യയിലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രങ്ങളിലും വന്ന ഈ മാറ്റങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. മലയാളിയുടെ പ്രഭാത ഭക്ഷണശീലങ്ങളിൽ ഒരു വലിയ വിപ്ലവം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിലെ പ്രധാനിയായിരുന്ന കഞ്ഞിക്ക് ഇപ്പോൾ വലിയ സ്ഥാനമില്ല. പരമ്പരാഗതമായി മലബാറിലും മധ്യ കേരളത്തിലുമൊക്കെ സാധാരണയായിരുന്ന കഞ്ഞി, ഉച്ചഭക്ഷണത്തിലെ ചോറ് എന്നിവയിൽ നിന്ന് ആളുകൾ അകന്നു. 2004 21% വീടുകളിൽ പ്രഭാത ഭക്ഷണമായി കഞ്ഞിയും ചോറും ഉപയോഗിച്ചിരുന്നെങ്കിൽ 2019 ആയപ്പോഴേക്കും അത് 11% കുത്തനെ ഇടിഞ്ഞു. ഇതേസമയം ഇടുക്കിയിലെയും കോട്ടയത്തെയും ഇഷ്ടവിഭവമായിരുന്ന കപ്പയുടെ ഉപയോഗവും ഗണ്യമായി കുറഞ്ഞു. 10% നിന്ന് 1.4% കപ്പയുടെ പ്രഭാത ഭക്ഷണ ഉപയോഗം കൂപ്പുകുത്തിയത്. ഈ കുറവ് സംഭവിച്ച ഇടങ്ങളിലേക്ക് അതിവേഗം കടന്നു കയറിയത് പുതിയ കാലത്തെ പ്രിയ വിഭവങ്ങളാണ്: പുട്ടും ദോശയും ഇഡലിയും. പുട്ട് ഇപ്പോഴും മലയാളിയുടെ പ്രഭാത ഭക്ഷണത്തിലെ താരമാണ്. 2004 നിന്ന് നേരിയ കുറവുണ്ടായിട്ടും സംസ്ഥാനത്തെ 17.9% വീടുകളിലെയും പ്രഭാത ഭക്ഷണം പുട്ടാണ്. ഇഡലിയും ദോശയും കൂടുതൽ സ്വീകാര്യത നേടി. 7.7% ഇഡലിയുടെ ഉപയോഗം 10.1% ഉയർന്നു. എന്നാൽ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും കഞ്ഞിക്കും ചോറിനും തന്നെയാണ് പ്രഭാത ഭക്ഷണത്തിന് മുൻഗണന. ഉച്ചഭക്ഷണത്തിൽ ഇപ്പോഴും ചോറ് തന്നെയാണ് പ്രധാനി. 95% വീടുകളിലും ഉച്ചഭക്ഷണം ചോറാണ്. എന്നാൽ രാത്രി ഭക്ഷണത്തിൽ വലിയ മാറ്റം വന്നു. 2004 80% പേർ ചോറ് രാത്രി ഭക്ഷണമാക്കിയപ്പോൾ 2019 അത് 68% കുറഞ്ഞു. ബാക്കി വന്ന ഈ വിടവിലേക്ക് കയറിയത് ചപ്പാത്തിയാണ്. 20%-ലധികം വീടുകളിൽ രാത്രി ഭക്ഷണം ചപ്പാത്തിയായി മാറി. ഭക്ഷണത്തിലെ മത്സ്യമാംസ ഉപയോഗത്തിലും പ്രാദേശികമായ വ്യത്യാസങ്ങൾ കാണാം. തെക്കൻ കേരളത്തിൽ മത്സ്യ ഉപഭോഗം വർദ്ധിച്ചപ്പോൾ മധ്യ കേരളത്തിൽ കാര്യമായ കുറവുണ്ടായി. 66% നിന്ന് 44%-ആയാണ് ഈ മേഖലയിലെ മത്സ്യ ഉപഭോഗം കുറഞ്ഞത്. ഈ കുറവ് മാംസ ഉപയോഗത്തിലെ വർധനവായാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ മാംസ ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചു. 2004 8.9% മാംസ ഉപഭോഗം 1.5 പതിറ്റാണ്ട് കൊണ്ട് 30.9% ഉയർന്നു. ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വന്നെങ്കിലും അരി തന്നെയാണ് ഇപ്പോഴും മലയാളിയുടെ പ്രധാന ആഹാരം. എങ്കിലും സ്വന്തമായി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം 4.3%-ൽ നിന്ന് 2.1%-ആയി കുറഞ്ഞതായി പഠനം പറയുന്നു. ഇത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. കേരളീയരുടെ വസ്ത്രധാരണത്തിലും വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. പുരുഷന്മാരുടെ വസ്ത്രധാരണത്തിൽ മുണ്ട് ഇപ്പോഴും മുൻപന്തിയിലാണെങ്കിലും പാൻസിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. മുതിർന്ന പുരുഷന്മാരിൽ 65% പേർ ഇപ്പോഴും മുണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പാൻറ് ധരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി. മുൻ തലമുറയിൽ 1.8% മാത്രം ഉപയോഗിച്ചിരുന്ന പാൻസ് 2004 25%-ആയും 2019 34%-ആയും ഉയർന്നു. ഇടത്തരം കുടുംബങ്ങളിലെ 54.6% പുരുഷന്മാരും പാൻസ് ഇഷ്ടവസ്ത്രമായി സ്വീകരിച്ചിരിക്കുന്നു. മലയാളി സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രങ്ങളിലും മാറ്റം വന്നു. പരമ്പരാഗതമായി ധരിച്ചിരുന്ന സാരിയുടെ ഉപയോഗം കുറയുകയും പകരം ചുരിദാർ കൂടുതൽ പ്രചാരത്തിലാവുകയും ചെയ്തു. 77% സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാരിയുടെ ഉപയോഗം 57%-ആയി കുറഞ്ഞു. ഈ സ്ഥാനത്താണ് ചുരിദാർ ആധിപത്യം ഉറപ്പിച്ചത്. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധേയമായ മാറ്റം കാണാം. 2004 51% മുസ്ലിം സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ സാരി ധരിച്ചിരുന്നെങ്കിൽ 2019 ആയപ്പോഴേക്കും അത് മാറി. 66% മുസ്ലിം സ്ത്രീകളും ഇപ്പോൾ പുറത്തു പോകുമ്പോൾ ധരിക്കുന്നത് പർദ്ദയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ മാറ്റങ്ങളെയും സ്വാധീനങ്ങളെയും പ്രതിഫലിക്കുന്നു.